ഇന്നും അത്ഭുതമാണതാ ഇത്. ഈ ഉഴുന്നോടെയൊക്കെ ആരളി ആദ്യം കണ്ടുപിടിച്ച? എന്റെ കൊച്ചച്ഛന്റെ ഇളയൊരച്ഛനാ. അളിയ ഇതൊക്കെ അങ്ങ് പ്രാചീന കാലം തൊട്ട് വന്നതല്ലേ. ആദ്യം ഉഴുന്നുവട നല്ലായിരുന്നു പേര്. പിന്നെ എന്തായിരുന്നു? മുളക് വട, രസവട, അരിവട, പൊരിവട. നമ്മളിവിടെ പഴംപൊരി, ചിലയിടത്ത് വാഴയ്ക്കപ്പം, രതീഷ്, സതീഷ്, സുമേഷ്, അങ്ങനെ പലതൊക്കെ തിന്നാൻ പറ്റാത്ത ആളെ ഞാൻ പുറത്തു പോകാത്ത. ഇതിന്റെ പുറത്ത് ലണ്ടൻ, മേട്ടുപ്ലയം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ. അല്ലാതെ പണിയൊന്നും അവിടെ ആവാത്തോണ്ടല്ല. ഉഴുന്നോടെ ചമ്മന്തി എന്റെ മച്ചാനെ സീനാണ്. എന്നാലും ഈ വടകൾക്കൊക്കെ ഇതാണ് ഷേപ്പ് എന്ന് ആരായിരിക്കും ആദ്യം കണ്ടെത്തിയ? ഉഴുന്നുവടയ്ക്ക് ഒരു ഓട്ട വേണം, ഉള്ളിവട ഇങ്ങനെ ഇരിക്കണം, വാഴയ്ക്കപ്പം നീണ്ടിരിക്കണം, ബോണ്ട സത്യല്ലേ? ആലോചിച്ചിട്ടുണ്ടാ ഇത്ര കറക്റ്റ് ഉരുണ്ട് ബാള് കണക്കിരിക്കുന്ന എന്ത് മനുഷ്യന്മാരാടാ ഇത്? തീറ്റയ്ക്ക് വേണ്ടി ജനിച്ചാടാ. ആരളിയ ഈ എണ്ണയൊക്കെ തിളപ്പിച്ച് ഇതിലിട്ടാണ് പൊരിക്കണേന്ന് കണ്ടുപിടിക്കുന്ന? അളിയ ഈ വടയൊന്നും കണ്ടെത്താത്ത നാളിലാണ് നമ്മൾ ജനിച്ചിരുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ടെത്തേണ്ടി വന്നേനാ. ഇതിപ്പോ വേറൊരാൾ കണ്ടെത്തി വെച്ചാൽ നമുക്കിപ്പോ തിന്നാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊന്നും കണ്ടെത്താത്ത കാലത്ത് നമ്മൾ ഇത് കണ്ടെത്തേണ്ടി വന്നേനാ. എന്ത് അടിപൊളി ജീവിതം ഇത്. നമുക്കൊന്നും കണ്ടെത്തേണ്ടി വന്നില്ല. നമ്മളെ പൂർവികരെല്ലാം കണ്ടെത്തിയോണ്ടേ നമുക്ക് തിന്നാനുള്ള ഭാഗ്യം കിട്ടി. വി ആർ ലക്കി. സത്യം സത്യം. മാമി മെനങ്ങാന്ന് പ്രസവിച്ചളിയാ. മാമന്റെ വീട്ടുകാർ പറയുന്നു ഈ പേരിട ആ പേരിടുന്നത്, മാമിയുടെ വീട്ടുകാർ പറഞ്ഞു ഈ പേരില്ലെങ്കിൽ കൊച്ചു ആകെ സീനാളിയോ. പേരിടാത്തൊരു കൊച്ചിന്റെ പേര് അവർ മിക്കറും ഡിവോഴ്സ്. ഒരാളുണ്ട് ജോ വരുന്ന വീട്ടുപേര് മുതൽ വട്ടപ്പേര് വരെ ഇടുന്നവനാണ്. എന്റെ അച്ഛനൊക്കെ വട്ടപ്പേരിട്ടത് ഇവനാ. എന്റെ അച്ഛന്റെ വട്ടപ്പേര് കിങ്ങിണി സുരേഷ്. അപ്പക്കാലത്ത് ചോദിച്ചാൽ അവന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അണ്ണാ ഒരു പേര് വേണമായിരുന്നു. വീട്ടുപേര്, വട്ടപ്പേര്, വിളിപ്പേര്, കളിപ്പേരാ? അതാ ഒറിജിനൽ പേരാ? ഒറിജിനൽ. പ്രായം പറ. അണ്ണാ ജനിച്ചിട്ട് 3 ദിവസമായുള്ളൂ. ത്രിഡേഷൻ കേട്ടോ. പേര് പറഞ്ഞ അണ്ണാ സുലീഷ്, മൊണ്ണേഷ്, മനീഷ്, പറീഷ്, അങ്ങനെ പലതരം പേരുകളുണ്ട്. ഏത് വേണം? വെറൈറ്റി എല്ലാം പറയണ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അഭിജിത്ത് ഉണ്ട്, വിഷ്ണു ഉണ്ട്. അണ്ണാ കുറച്ച് നല്ല പേര് പറഞ്ഞാണ് ന്യൂജനായിട്ട്. ന്യൂജനാണെങ്കിൽ ന്യൂഡേഷൻ ഇട്ടോളാം. പക്ഷെ അത് വേണ്ട. എന്നാ പിന്നെ എന്റെ കൊച്ചിനിടാൻ വെച്ചേക്കുന്ന ഒരു പേരുണ്ട്, ABCDEF, അപ്സിഡഫ്. ഞാൻ ഒന്ന് വിളിച്ച് പറയട്ടെ. ഇങ്ങനെ തോന്നുന്നുണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് പറയുന്ന അമ്മയുടെ അച്ഛന്റെ തുടക്കമുള്ള വെച്ചിട്ട് പേരിടാണ്. എന്നാ പിന്നെ വീട്ടുപേരും കൂടെ വേണമെന്ന് പറഞ്ഞു. വീട്ടുപേര് കാറ്റാടി. കാറ്റാടി ഓക്കെ. അമ്മയുടെ പേര് പറ. മറിയ. മറിയ ഓക്കെ. മാ. പിന്നെ അച്ഛന്റെ പേര് ഫുൾ വേണമെന്ന് പറഞ്ഞു. കണ്ണൻ. കണ്ണൻ ഓക്കെ. കാമക്കണ്ണൻ. ചെല്ലപ്പേര് കാമാന്നിട്ടോ. കൊച്ചിന്റെ അച്ഛനും അമ്മയും ഗൾഫിലാ. ഞാൻ അതിനെ നോക്കുന്നത്. നിന്റെ കയ്യിലൊരു കളിപ്പാട്ടം ഇരുന്നു. ഇവന്മാരും രണ്ടൂടെ തല്ലി പൊട്ടിച്ചു. ഇപ്പൊ ഒന്നും കഴിക്കുന്നുമില്ല, കരച്ചില്ല. ഇവന്മാർ രണ്ടോടെ തല്ലി പൊളിത് കേട്ടാ. രണ്ടൂടെ തല്ലി പൊട്ടിച്ചു. ഇപ്പൊ ഒന്നും കഴിക്കുന്നുമില്ല, കരച്ചില്ല. ഈ മഹാവ്യ സാർ 100 രൂപ കൊച്ചിന്റെ കളിപ്പാട്ട് എന്താണ് പൊട്ടി സാറിന് സംസാരിച്ചുണ്ട്. അപ്പൊ ഈ കൊച്ചി ഇതൊന്നും കഴിച്ചില്ല. ഇച്ചിരി ചോറ് എടുത്തോട്ട്. ഷുഗറുള്ള ഞാൻ ഉച്ചയ്ക്ക് കഴിക്കത്ത്. ഞാൻ തീറ്റിക്കാടാ ചോദിച്ചത്. തിരിച്ച് ഇതുപോലെ കൈമണിയില്ല. കൈമണിയോ? സാറ് വിജിലൻസ് പിടിച്ചിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അതല്ലോ മറ്റേ ശിങ്കാരി മേലക്കാരെ പിടിച്ചില്ല കൈമണി. അത് എടുത്തോണ്ടോ? കരയണ്ട, ഇപ്പം ചോറ് കൊണ്ടുവരും കേട്ടോ. ചോറ് അമ്മയുടെ കൊടുത്ത്. മണി നിന്റെ കൊടുത്ത്. സാർ ഒരു മിനിറ്റ് കൊടുക്കാമേ. ചോറ് കൊടുക്കും. അടിക്കടാ. കുറങ്ങനെ പോലെ അടിക്കണം. കൊടുക്കണം. കൊടുക്കടാക്കി. നീ ഇല്ലേക്ക് ഈ ഓർത്ത് ഇതിനെ കൊണ്ട് ഓരോ ചെയ്യിക്കുന്നു. കൊടുക്കടാക്കി. അടിക്കടാ. ചോറ് വേണം. അടിക്കടാ. കൊടുക്കടാക്കി. പുള്ളിക്കാരി കേട്ടോ. പുള്ളിക്കാരി വരെ ചിരി തയ്ക്കാൻ പറ്റണ കേട്ടാ. കാലൊക്കെ പോണ എന്റെ അമ്മോ, ഇതൊക്കെ എവിടുന്ന് കൊണ്ടുവരുന്നത്? നീ ആ പുത്തേത്തുള്ളില്ലടാ. നീയോ? ഞാൻ കുറച്ച് വടക്കെന്ന് പറയുമ്പോ തെക്കിന്റെ ഓപ്പോസിറ്റ്. ഈ പടിഞ്ഞാറായിരിക്കും. എടാ നിനക്ക് 10-35 വയസ്സില്ലടാ. ഒരു കല്യാണമൊക്കെ കഴിച്ച് ലൈഫ് ടൈം സെറ്റിൽ ആവിടാ. അങ്കിൾ എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, വീടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. ഇത് എന്ത് പ്രശ്നമാണ്? പക്ഷെ പെണ്ണില്ല. ആലോചന കാണാൻ പോകുന്ന പെണ്ണുങ്ങളെല്ലാം പറയുന്ന അവളുമാർക്ക് വേറെ പ്രേമമുണ്ട്. ചേട്ട ഈ കല്യാണത്തിന് ഒഴിയണം. അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് നാട്ടുകാർ പറയുന്നത് എനിക്ക് എന്തോ അസുഖമുണ്ടെന്ന്. കൊടുക്കാൻ പെണ്ണുകൾ വല്ലതും ഉണ്ടോടെ? അങ്കിളിന് പെൺമക്കളുണ്ട്. അയ്യോ ഉണ്ടായിരുന്നേ ഉറപ്പായിട്ട് നിനക്ക് കെട്ടിച്ചെടുത്തില്ലായിരുന്നു. പക്ഷേ ഇല്ല. അല്ലടാ എനിക്ക് ഭാര്യ ഇല്ല. ഭാര്യയില്ലാതെ മക്കളെ ഉണ്ടാക്കാലോ. നിന്റെ തന്ത ചെയ്തപോലെ അതെനിക്കിഷ്ടമല്ല. വിഷയായിരുന്നു. നമ്മളെ മറ്റേ ഫേസ്ബുക്ക് കാലഘട്ടം ഓർമ്മയുണ്ടാടാ? ഫ്രീ കെ അഡ്മി ക്ലോസ് ഇന്ന് നമ്മളെ കൂടെ പറഞ്ഞതേ ഉള്ളല്ലേ. ഇന്ന് ആർപ്പി പോലും ചെയ്തതേ ഉള്ളു ഇതിനെ പറ്റി. ഞാൻ എന്ത് ഫ്രീക്കായിരുന്നല്ലേ. ഓ അത് വന്നു പിന്നെ
ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് 1000 ലൈക്കൊക്കെ പെട്ടെന്ന് കയറും. എന്തോ വരുന്നത്. നമുക്ക് അതിനൊരു അഭിമാനമായിരുന്നു ആ ലൈക്ക് കിട്ടുമ്പോ. ഫ്രണ്ടിന് ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പോണേ. എന്റെ മുത്തുമണി ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് കില്ലിങ് ചെയ്. പച്ച കളറുള്ള വയലിന്റെ അവിടെ പോയി നിപ്പ്, മല, പുഴ. അത് വേറൊരു ലോകമായിരുന്നല്ലേ. ഇമാരി സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ഫേസ്ബുക്കിലെ പേരെന്തരായിരുന്നു? അഷിർ പോപ്സിൻസ്. ഓപ്പിൻസാ. ഫ്രീക്കന്റെ പേരോ? സ്മോക്കി ലല്ലൂസ്. കല്ലൂസാ. ആഡ് മീ. ഫുൾ സപ്പോർട്ട് ആൻഡ് ടേക്കിംഗ് ആക്ഷൻ ബാക്ക്. ഒന്നുകൂടെ തുടങ്ങിയാൽ നമുക്ക് അങ്ങനെ. ഞാൻ പോണം. ഫ്രീക്ക് അലിപ്പേ അടിമി ബാക്ക്. നീ കെപ്പി കെട്ടാൻ തുടങ്ങിയോടാ? കാശുള്ളവർക്ക് മാത്രം. അതല്ലേ കാശ് ഞാൻ തരാം. എനിക്കോടാ ആ കിടക്കുന്നതൊക്കെയാണ് ഇതൊക്കെ പെണ്ണ്. എങ്കിൽ ഒരു 4 ആണിനെയും ഒരു പെണ്ണിനെയും കൊടുത്താ. എന്ത്? 4 ആണിനെയും ഒരു പെണ്ണിനെയും കൂടെ ഒരു കവറിലിട്ടാ. അതൊന്നും ഇവിടെ നടക്കത്തില്ല. നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്. അതിൽ ഊന്നിയാണ് എന്റെ മത്സ്യകൃഷി. നീ എന്തോടെ പറഞ്ഞു? അതുപോലെ രാത്രിയൊക്കെ ഇരുന്ന് ഓരോ വീഡിയോ കണ്ടിട്ട് പകല് മീൻ മേടിക്കാൻ പറ്റും. രാത്രി ഓരോ വീഡിയോ കണ്ടിട്ട് പകല് മീൻ മേടിക്കാൻ വന്നേക്കുന്നു. സാധനമൊക്കെ വളരെ അസ്വസ്ഥതനാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കത്തെ ജാല വിദ്യകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചു വാരി തിന്നിട്ട് ഗ്രീൻ ടീ കുടിച്ച 6 പാക്ക് വരുമെന്നാണ് ചില സഹോദരന്മാരെ വിചാരം. അത് എന്തൊരു വിചാരം? അത് അങ്ങനെയൊക്കെ വിചാരിക്കാൻ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിചാരിക്കും? ഒരു തേയിലക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. തേയില നല്ല ഏതൊരു ഇലയ്ക്കും അതിന്റേതായ പരിമിതിയുണ്ട്. വാഴ ഇല കൊണ്ട് ആറ്റം ബാബു ഏതൊരു ഇലയ്ക്കും അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ടെന്ന് പൊതിയോ നിങ്ങൾ ഇല്ല. അതുപോലെ തന്നെ തേയിലയിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷിക്കരുത്. മനസ്സിലായില്ലേ? ഒരു ബക്കറ്റ് പോത്ത് ബിരിയാണി എന്നിട്ട് 1 ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചിട്ട് എല്ലാം ശരിയായെന്ന് പറഞ്ഞിങ്ങനെ സത്യം. ലോറി ഇടിച്ചവന് വിക്സ് മണപ്പിക്കാൻ കൊടുക്കുന്ന കണക്കത്തെ ഒരു പ്രൊസീജിയറാണ്. യൂട്യൂബ് നോക്കിയൊരു ബുൾസൈ അടിച്ചതാ. അപ്പൊ അത് പണിഞ്ഞ് മുട്ട പുറിജിയായി. ഒരുപാട് ആഴ്ച ബുൾസൈ തന്നെ. എന്താ വിഷമമായോ? ഇതുപോലെ മോനെ ഞങ്ങള് വളർത്തി വലിയൊരു ബുൾസൈ ആകുമെന്ന് വിചാരിച്ചു. പിന്നെ വളർന്നപ്പോഴാണ് ചീമൊട്ടയാന്ന്. പിന്നെ എന്താ വിചാരിച്ചു? മത്തം കുത്തി കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചു. ഇപ്പൊ വിഷമായില്ല. ഇപ്പൊ സന്തോഷം. ഞങ്ങള് വളർത്തി വലിയൊരു ബുൾസൈ ആകുമെന്ന് വിചാരിച്ചു. പിന്നെ വളർന്നപ്പോഴാണ് ചീമൊട്ടയാന്ന്. പിന്നെ എന്താ വിചാരിച്ച്? മത്തം കുത്തി കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചു. ഇപ്പൊ വിഷമായില്ലേ? ഇപ്പൊ സന്തോഷം. വശമായില്ലേ? അന്നേരം തലയാട്ടി വേണ്ട. ഞാൻ പോകുന്നില്ല. എന്തോ പോകുന്നില്ല? താനൊന്നും പറയടാ. ഞാൻ പോണില്ല. കൂടുതൽ നിർബന്ധം പിടിക്കാൻ അടങ്ങാൻ. അതെന്റെ കാര്യം പറയടാ. മൈനെ കണ്ട്. എന്തോ ഒറ്റമൈന്? അല്ലാണ്ട് അച്ഛനാ ഒറ്റ മൈന. അതിന് 2 മൈനെ കാണാൻ കൂട്ടുകാരി പോകാൻ പറ്റത്തില്ല. എന്നെ അടുത്ത് അടിക്കാൻ എനിക്കല്ലേ തോന്നുന്നത്. രാജന്റെ വീട്ടിൽ വീട്ടില് ഒരു മൈനടപ്പുണ്ട്. കണ്ടിട്ട് പോകാൻ സ്കൂളിൽ പോകാൻ. ചുമ്മാ കുടുംബ പ്രശ്നത്തിൽ ഇടപെടില്ല. അവന്റെ രായന്റെ കൂട്. ഷോർട്ട് ഫിലിം ആണത്. മോം റോക്ക്ഡ് സൺ ഷോ. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ ശല്യം. ഇറങ്ങി ഏക്കത്തില്ലെന്ന് തോന്നുന്നില്ല അച്ഛാ. ഇതിനെ മയക്കുപടിയൊന്നും ഏക്കത്തില്ല. നാട്ടിലിറങ്ങിയ കാട്ടുപോത്തിന്റെ പടവും ഉണ്ടല്ലോ. കുറച്ചുകൂടെ ഒന്ന് പൊക്കിക്കേ. കറക്റ്റ്. ഇത് കാട്ടുപോത്തല്ല, കാട്ടുപന്നി. ഇതെങ്ങാണ്ട് ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കിയതാ. ഇങ്ങനൊരു കാട്ടുപന്നി എങ്ങും കണ്ടിട്ടില്ല. ഒരു കാട്ടുപോത്ത് കടയാടി മോനെ. ഇജാതി തങ്കൊക്കെ എന്റെ അമ്മോ. എന്ത് മനസ്സിലാവും? ജോജി തമ്പിയുടെ വീട് ഇവിടെ അടുത്തെങ്ങാണ്ടാണ്.
എന്താടാ ഇതൊക്കെ ഇത് കണ്ടാൽ എന്ത് മനസ്സിലാവും? ജോജി തമ്പിയുടെ വീട് ഇവിടെ അടുത്തെങ്ങാണ്ടാണ്. ഗീവേന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ? ഗീവ് വേ എന്നാണ് ഇത്. റോഡിൽ കിടന്ന് അഭ്യാസം കാണിച്ചാലേ ഇതുപോലെ നമ്മളെയും കോരിക്കൊണ്ട് പോകുമെന്ന്. അതുള്ളതാണെങ്കിലും അതല്ല ഇത്. ഇതോ റോഡിൽ വെള്ളക്കെട്ടുണ്ട്, അപ്പുറത്ത് പോകേണ്ടവർക്ക് ഇഷ്ടിക നിരത്തിയിട്ടുണ്ട്. അതേ ചവിട്ടി 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 വേണം അപ്പുറത്ത് പോകാൻ. ഇഷ്ടികയാണ്. ഇങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ ഇവിടെ അടുത്ത് എവിടെയോ നല്ല അട്രാക്ഷൻ കിട്ടും, വേണ്ടവര് മേടിച്ചോളാൻ. ഒരു പി, ഒരു വെട്ടിയ പി, ഇതെന്തിനാണ്? ഇത് റോഡ് സൈഡിൽ പെടുക്കുന്നവന്മാർക്കുള്ള ബോർഡാ. ഈ പി കണ്ടാ പെടുക്ക, ഈ വെട്ടിയ പി കണ്ടാ പെടുക്കരുതെന്നാ. നമ്മൾ ഈ പുള്ളിക്ക് ഇതിനു വേണ്ടി കണ്ടന്റ് എവിടുന്നാ കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഇതെന്റെ വണ്ടിയാണെന്നുള്ള മട്ടിൽ ഞാൻ അവളെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു. എന്നാൽ അവൾ എന്നെ നോക്കിയില്ല. തീറ്റയും കുടിയും വരെ ജംഗ്ഷനിലാക്കി. എന്നിട്ടും അവൾ എന്നെ ശ്രദ്ധിച്ചില്ല. എനിക്കങ്ങ് ബംഗാളിൽ വരെ പിടിയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി 1000 രൂപ കൊടുത്ത് ഒരു ബംഗാളിയെ കൂടെ നിർത്തി. എന്നിട്ടും അവൾ എന്നെ ശ്രദ്ധിച്ചില്ല. പെൺപിള്ളേർ പോണ റോഡിൽ കൂടെയാണ് അവിടെ നിൽക്കുന്നത്. അല്ലേ വണ്ടി പോയിട്ട് ചോദിക്കാനും പറയാനുള്ള അന്തസ്സുള്ള ആണുങ്ങളുണ്ട് കേട്ടോ. ഹാഷിർ ഹാഷിർ ഇൻസ്റ്റയിൽ ID ഹാഷിറേ. നീ എവിടെ ഉള്ള? ഞാൻ എവിടെ ഉള്ളതാണ്? നീ എവിടെ ഉള്ളടാ? നീ എവിടെ ഉള്ളടാ? ഞാൻ ഇവിടെ ഉള്ളതാണ്. നീ എവിടെ ഉള്ള? ഇത് കള്ളത്തരമാണ്. ഇത് കള്ളത്തരമായി പോയി. കള്ളത്തരോ? ഈ കൈ തട്ടുമ്പോ തെറിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇതിവിടെ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കേരളം പൗരബോധമുള്ളവനാണ് ഹാഷിർ എന്ന് അറിയിക്കാൻ വേണ്ടി വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കാർ എടുത്തുകൊണ്ട് റോഡിൽ കൊണ്ടിട്ട് സ്വന്തമായി ഒരു ബ്ലോക്ക് ഉണ്ടാക്കി ആ ബ്ലോക്ക് അഴിപ്പിച്ച് അവളെ മുന്നിൽ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കി. എന്നാൽ അവൾ എന്നെ മൈൻഡ് അടിച്ചില്ല. അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. ചീട്ട് കളി. ഞാൻ പള്ളിയിലൊക്കെ പോലെയാണ്. എനിക്കിത് ആറാമാണ്. ഇത് ചീട്ടുകളി അല്ല, കഴുതക്കളിയാ. ഇതില് എല്ലാ ആസും ഇതിൽ ഞാൻ എങ്ങനെ കളിക്കരുതിട്ട്? എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. എനിക്കാടാ, ഞാൻ കളിച്ചോളാം. നിന്റെ ഷഫ്ലിംഗ് ഇട്ട് കണ്ടപ്പോഴേ എനിക്കറിയാം. ഞാൻ കളിക്കുന്നില്ല. ഞാൻ ഇടാം. നീയൊക്കെ തോട്ടെ. അതിനെ കഴുത ഹാഷിർ മരിക്കണം. ആസുള്ളവനൊക്കെ കളി തുടങ്ങും. എടുത്തോണ്ട് പോടാ. താങ്ക് യു. കഴുത ഹാഷിർ കളിക്കോ? ഏത് കഴുത? അല്ല കഴുത കളി. ഇവനെ പിടിപ്പിക്കാം, ഒന്ന് കാത്തിറക്കാം. നീ എന്നെ പിടിപ്പിക്കാൻ നോക്കുന്നല്ലേ? എന്നാ അതിന് താഴെ വരണേ. അളിയന്നെ കാണുമല്ലേ അളിയാ? മണ്ടക്കിട്ട് കിട്ടി വിട്ടു. കഴുത കളിക്കുന്നതൊക്കെ അറിയത്തുള്ളൂ. കള്ളക്കളി കളിക്കാൻ അവിടെ വന്നിരിക്കുന്നത്. ഇത് ഒന്നുമില്ലേ ഇവന്റെ ഇതില് ഞാൻ പിടിപ്പിക്കും. കഴുത ഹാഷിറിന്റെ കളി ഉമ്മരൊക്കെ കാണാൻ പോണേ ഉള്ളൂ. അടുത്ത വെട്ട്. എടുത്തോ അവനുള്ള അളിയനങ്ങ് മേടിച്ചു. ഇത് എപ്പോഴും എനിക്ക് തന്നെ ഇത് നിങ്ങൾ ഒത്തുകളിയാ. ടീമായിട്ട് ചേർന്ന് വെട്ടുവിനായനെ അങ്ങ് പുറത്താക്കിയാല. നീ കാടും കൂടെ മേടിച്ചിട്ട് അവനോട് കളി. വെട്ട് വേണോ? ഞാൻ പോണ്ടാ, ഞാൻ മടുത്തടാ. ഇവൻ പോയി അങ്ങനെ കഴുത വിളിക്കുന്ന ആര്? അത് ശരിയാണെങ്കിൽ നീ വിട്ടോ, ഞാനും വെട്ടുവിനായും കൂടെ കളിക്കാം. ആ സേതുക്ക് ഇങ്ങനെ നിന്നോട് എന്താ കളിക്കാൻ? നീ വിട്ടോ. പേടിച്ചാ വെട്ടെ. കഴുത കളിച്ചൊരു ഫ്ലോയില് വന്നു തരും. എത്ര വെട്ടാണ് ഞാൻ വെട്ടിയത്. സൂപ്പറായിട്ട് ജയിച്ചു തന്നെ. ഞാൻ പോണ്ടാ. ഒരു ട്രിക്ക് ഉണ്ടോ ഇങ്ങനെ കറങ്ങി വരുന്ന? എന്നെ തോപ്പിക്കാൻ പറ്റുമോ? നീ പൊട്ടനാ. ഇവൻ എന്റെ ടീമല്ലേടാ. ഇവൻ പൗഡർ എടുത്തിട്ടോ? ബോർഡ് ചീട്ടായി കൂടെ ഇത് എന്റെ ഒതുക്കി തൊടു. ഇതുകൊണ്ടാണ് ഞാൻ കളി ക്യാരം ബോർഡ് കിങ്ങടാ. എന്റെ അതേ അവിടം വരെങ്കിലും പോയി. നിന്റെ ഈ കുഴിയുടെ അപ്പുറം അനങ്ങിയ അതിനെടുത്തോ. ഇത് പള്ളിയിലെ പോയി ചരട് കിട്ടിയത്. മുള്ളിരുന്നാണ് അടിച്ചേട്ടോ. എടുക്കണം. നീ വെള്ളം തന്നെ മുട്ടിച്ച് അങ്ങനെയാണ്. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ കേട്ടാ. ഞാൻ അടിക്കുന്നുണ്ടോ എല്ലാം കുഴി വീഴുന്നത്. കുഴിയില് വീഴാതെ തന്നെ കുറെ നേടുന്നുണ്ടല്ലോ. വിനായകെ ആ സൂപ്പർ കളി. നീ കളിക്കാൻ തന്നെ കോയിൻ കുറയുന്നുണ്ടല്ലോ. നീ സ്ട്രൈക്കർ നേരെ വെക്കണേ. ഞാൻ കട്ടല്ലേ വെക്കുന്നത്. കളിക്കാൻ പിടിക്കരുത്. ഇതെന്താ പേപ്പട്ടി വിഴിഞ്ഞാടാ. ചേട്ടാ, എനിക്കിവിടെ ചാൻസ് വാങ്ങി തരൂ. ഞാൻ നല്ല നടനാ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ പടത്തിൽ ചാൻസ് ഇല്ല. എന്ത് കേട്ടാ ചാൻസ് ഇല്ല. സ്ക്രിപ്റ്റ് നോക്കി വരുന്നത് മാറിയില്ല. അല്ല സാറ് വിളിച്ചായിരുന്നു. തന്റെ അടുത്തല്ലോ അവന്റെ അടുത്ത്. സാർ ഈ സ്ക്രിപ്റ്റിനകത്ത് എന്തായാലും എനിക്കൊരു റോൾ ഉണ്ട് സാറേ. സാർ ഒന്ന് കേറി വാ. സാർ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ബൈജു എന്നാണ്. ബൈജു ഞാനേ സാർ ഈ ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശാന്തം അതല്ലായിരുന്നില്ലേ? അനിയ സർട്ടിഫിക്കറ്റ് ആക്കല്ലേ. അങ്ങനെ ഈ കാമായിട്ടുള്ള ബൈജുവിന് ഒരു കാമുകയുണ്ട് സാർ. തമന്നെ സമന്തായാലും തമന്നെ മതി സാറേ. എന്ത് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ് കേട്ടോ. സാർ പറഞ്ഞു. അങ്ങനെ സമാധാനമായി പൊക്കോണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാർ
ബൈജു സാപ്പ അയ്യേ എന്നെ വെച്ചാ ഞാൻ ആപ്പിലാവും. താൻ ബാക്കി തൊല്ലി. അങ്ങനെ നമ്മുടെ ബൈജുവിന്റെ അച്ഛൻ ജവാൻ അടിച്ചടിച്ച് വൃക്ക തകരാറിലാവുകയാണ്. അങ്ങനെ വൃക്ക കിട്ടാണ്ടായപ്പോ സ്വന്തം കാമുകി പോലും അറിയാതെ അവളുടെ വൃക്ക എടുത്ത് അവൻ അച്ഛന് കൊടുക്കുകയാണ്. ഇറങ്ങിപ്പോടാ. നിന്നെ ഞാനൊരു മാന്യനായിട്ട് തെറ്റിദ്ധരിച്ചു പോയി. സാർ, ജനങ്ങൾ ബൈജുവിനെ ഏറ്റെടുക്കും. ഇതെങ്ങനെയാ വാട്സപ്പിൽ ഷെയർ ചെയ്യണത്? കാണിച്ചെന്നേടാ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് സെലക്ട് ചെയ്തിട്ട് സെറ്റ്. എന്താ മോനെ? ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചത് ഓർമ്മേണ്ട? ഇല്ല. പഠിക്കാൻ അപ്ലോഡ് നിങ്ങളുടെ ആശാവസേ സ്റ്റോറി ഇടണ്ട. കമ്പാരിസൺ ഇതില്ല അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെ വെച്ച് കമ്പയർ ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതൊന്ന് വായിച്ചോടാ. മലയാളം അയ്യോ സത്യം. ഇന്നലെ ഞാൻ മൂത്രമൊക്കെ ഇറങ്ങാൻ നേരത്തെ ടെറസിന്റെ മണ്ടയിൽ ഒരു പുക മയക്കുന്നു. നിങ്ങളെന്തോ പറഞ്ഞു വരുന്നത്? ഞാൻ സിഗരറ്റ് വലിയ തുടങ്ങിയെന്നാണോ? ആണ് ഇതുവരെ എന്റെ കുടുംബത്തെ ആർക്കും ഇല്ലാത്തൊരു ദുശീലം. ഞങ്ങളെ എടാ ഒന്നുമില്ലെങ്കിൽ നീ ആ ദിവാകരന്റെ മോനോട്ടാ കൂട്ട്. അവനെ കണ്ടുപടി, ഒരു ദുശീലമില്ല. അളിയോ മോനെ എനിക്ക് നല്ല സംശയമുണ്ട് ഇവ തുടങ്ങിയോ. എടാ നിനക്ക് അറിഞ്ഞൂടാ, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകയിപ്പിടിപ്പത് മട്ടുമയിൽ ഉണ്ടാക്കും, മറ്റും ഉയരെ കൊല്ലും. தெரியாது? അവനിതൊന്നും தெரியாது. അപ്പൊ സമയം കിട്ടുമ്പോ അവനെ ഒന്ന് ഓക്കെ. എന്തോടാ ഇതൊന്നും വലിക്കരുതെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നേ അച്ഛാ. ചൂടൊക്കെ